ഗായ്സ്, ടുഡേ ഒരു ബിരിയാണി ഉണ്ടാക്കലാണ്. സോ പ്രത്യേകിച്ചൊന്നുമില്ല, അന്ന് വെറുതെ ഇന്നപ്പോൾ ചിക്കൻ ബിരിയാണി ഉണ്ടാകാൻ ഭയങ്കര പോയി. അപ്പം ഞങ്ങൾ എല്ലാവരും അടുത്തേക്ക് ചിക്കൻ ബിരിയാണി ഉണ്ടാക്കുകയാണ്. അപ്പം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇതൊരു തട്ടിക്കൂട്ട് ബിരിയാണി കേട്ടോ. അതിന് ഞാൻ പറഞ്ഞേക്കാം, ഇതിൻ്റെ ഒരു തട്ടിക്കൂട്ട് ബിരിയാണിയാണ്. അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് ഞാൻ നിങ്ങൾക്കും പറഞ്ഞു തരാൻ വേണ്ടി തീരുമാനിച്ചു. ആദ്യം അതിലേക്ക് ഞാനിവിടെ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. അത്യാവശ്യത്തിന് ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് സവാള ഇട്ട് കൊടുക്കാം. എത്ര സവാള എന്നൊന്നും എനിക്കറിയില്ല, കുറച്ചിട്ട് കൊടുത്തിരിക്കണേ. അത് അതിൻ്റെ ശേഷം അതിലേക്ക് കുറച്ച് തക്കാളി അരിഞ്ഞതും കൂടി ഉണ്ടായിരുന്നു, അതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് തുറന്നപ്പോൾ എൻ്റെ കൈ ജസ്റ്റ് ഒന്ന് പൊള്ളിപ്പോയിട്ടുണ്ടായിരുന്നേ. അങ്ങനെ തുറക്കേണ്ടതെന്നൊക്കെ വലിയൊരു ഇതുണ്ടായില്ല. പിന്നെ സവാള ഇട്ട് കൊടുത്ത് കുറച്ച് നേരം മിക്സ് ചെയ്ത് കൊടുത്തു. ഞാൻ അതിൻ്റെ അടുത്ത് നിൽക്കാം കേട്ടോ, എന്താവുന്നു നോക്കാൻ വേണ്ടിയിട്ട്. അത് കഴിഞ്ഞിട്ട് ഇഞ്ചിയും വെളുത്തുള്ളിയും പിന്നെ മുളക് അതൊക്കെ ഇട്ടിട്ട് പേസ്റ്റില്ലേ, അത് അതിലേക്ക് ഇട്ട് കൊടുത്തു. അതിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം മിക്സ് ചെയ്തു. ഇതിൻ്റെ ഇടയിൽ കൂടെ ആദ്യം ഗെയിം കളിച്ചാൽ വേണ്ടി ഫോൺ കൊടുത്തിരിക്കുകയായിരുന്നു, കുക്കിംഗ് ഗെയിം. അതെന്തൊരു ഗെയിമുണ്ട് അപ്പോൾ അതിൻ്റെ ഇടയിൽ കൂടെ ഓലും വരുന്നുണ്ടായിരുന്നു. പിന്നെ മുളക് പൊടിയും അതുപോലെ മല്ലിപ്പൊടിയും പിന്നെ ബിരിയാണി മസാലയും പിന്നെ ചിക്കൻ പൗഡറൊക്കെ ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തു. ഞാൻ ജസ്റ്റ് ഒരു ഷോക്ക് വേണ്ടിയിട്ട് ഞാൻ ഈ ഒരു സാധനം അതിൻ്റെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഇതും കാണിച്ച് ഞാൻ പിന്നെ അതിലേക്ക് പോകുന്നൊരു വീഡിയോ ജസ്റ്റ് ചെയ്ത് നോക്കി. രസമുണ്ട് അറിഞ്ഞപ്പോൾ ഞാൻ എടുത്തു. ഗൈസ്, അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബും ലൈക്കും ചെയ്യാൻ മറക്കരുത്. ഞാൻ ഇടയ്ക്കിടയ്ക്ക് വരുന്ന സബ്സ്ക്രൈബും ലൈക്കും ചെയ്യണം, പക്ഷേ നമുക്ക് കുറച്ച് സബ്സ്ക്രൈബ് ഉള്ളൂ. അപ്പോൾ മറക്കരുത്, എല്ലാവരും ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്തോ. പിന്നെ കുറച്ചൊക്കെ പൊരിച്ചെടുത്ത കുറച്ച് ചിക്കൻ ഉണ്ടായിരുന്നു, അതും ഇട്ട് കൊടുത്ത് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, അപ്പോൾ എൻ്റെ തട്ടിക്കൂട്ട് ബിരിയാണി ഏകദേശമൊക്കെ അരിഞ്ഞ് കുറച്ചെണ്ണം അടച്ച് വെച്ചൊക്കെ വേവിക്കാനൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ തൈര് ഒഴിച്ച് കൊടുക്കാണ്ട് ഇതിൻ്റെ മുമ്പായിരുന്നു ഒഴിച്ച് കൊടുക്കണ്ടേ, മറന്നിട്ട്. പിന്നെ ഉപ്പൊക്കെ ഇട്ട് എല്ലാം കഴിഞ്ഞ ശേഷം ലാസ്റ്റ് ആയിരുന്നു തൈര് ഒഴിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഉപ്പൊക്കെ ഇട്ട് കൊടുത്ത് നല്ലപോലെ മിക്സ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് അതിലേക്ക് കുറച്ച് തൈര് ഇട്ട് കൊടുത്തു. ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്തിട്ട് മാത്രമേ പോകാൻ പറ്റുള്ളൂ. നിങ്ങളുടെ ഒരു കമൻറ്റും കൂടി ഉണ്ടെങ്കിൽ നന്നായിരുന്നു കേട്ടോ. അപ്പോൾ നല്ലതായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ആ ടൈമിൽ ഞാൻ എന്ത് ചെയ്തു, അതിലേക്കുള്ള കൂട്ടാനുള്ള എന്താ പറയുക ഉള്ളിത്തൈരും കൂടി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അടച്ച് വെച്ച് അത് തുറന്നപ്പോൾ ഇതിലുണ്ടായിരുന്നു. അതിൻ്റെ ഇടയിൽ കൂടെ ഒരാളെ ഞാൻ കാണിച്ചു, 2 ആൾക്കാർ വന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ ഒരു കാര്യങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാവും, അതിലെന്താണ് ഒരു കുട്ടി വിരലിമ്പണെന്നുള്ളതല്ലേ. ഒരു വിരലിമ്പിയാണ് ശരിക്കും പറഞ്ഞാൽ. അവൾക്കിപ്പോൾ അടുത്ത് ഇങ്ങനെ 1ാം ക്ലാസ്സിലേക്കാണ്, എന്നിട്ട് വിരലിമ്പിൽ നിർത്തിയിട്ടില്ല. അവൾ അറിഞ്ഞിട്ടില്ല ഞാൻ ഈ വീഡിയോ ഇതിൽ ഇട്ടിക്കണ് കണ്ടിക്കുന്നുണ്ടെങ്കിൽ ഈ പറയേണ്ട കുറച്ച് ചവിട്ടും കുറച്ച് അടിയൊക്കെ കിട്ടുമെന്നുള്ളൂ, വേറെ ഒന്നും കിട്ടില്ല. പിന്നെ ചോറ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു, നെയ്ച്ചോറ് ഉണ്ടാക്കി വെച്ചാൽ അത് വിൽക്കിടാം. അപ്പോൾ ഓല് ഫ്രിഡ്ജൊക്കെ തുറന്നു, ഓല് ഗെയിം ഞാൻ ഫോൺ എടുത്ത് വെച്ച്. അപ്പോൾ എന്ത് ചെയ്തു, അടുക്കള ചുറ്റിപ്പറ്റി ഇങ്ങനെ നടക്കുകയാണ്. അപ്പോൾ അതാ നമ്മുടെ ചിക്കൻ നല്ലപോലെ വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ചോറ് എന്ത് ചെയ്യാം, അതിലേക്ക് ഇട്ട് കൊടുക്കാം. ചോറിട്ട് പോയാൽ പുറത്തേക്ക് പോകാൻ വേണ്ടിയിട്ട് ഉമ്മച്ചി ആട്ടോ ഇട്ട് തരുന്നത്. അപ്പോൾ അതാ ഇത്ര നെല്ലുകൾ കുറേ ചോറുണ്ടായിരുന്നു കേട്ടോ. കുറേ ചോറിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ ഗൈസ്. അതിൻ്റെ മേലെ കൂടെ നെയ്യും പിന്നെ കുറച്ച് ചെപ്പൊക്കെ ഇട്ട് കൊടുത്ത് എന്നിട്ട് അടച്ച് വെച്ചു. എന്നിട്ട് അതിൻ്റെ മേലെ കനത്തിന് വേണ്ടിയിട്ട് ഈ ഒരു സാധനം കൂടി വെച്ച് കൊടുത്തിട്ട് നമ്മൾ കുറച്ച് നേരം വെയിറ്റ് ചെയ്യാം. ഓക്കെ, വെയിറ്റ് ചെയ്ത് എല്ലാവരും കുളിച്ച് വന്നതിന് ശേഷം പിന്നെ തുറന്നത് ഒക്കെ കഴിഞ്ഞ് തുറന്ന് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുത്തു. സോ ഞാൻ ഉണ്ടാക്കിയ ഈ തട്ടിക്കൂട്ട് ബിരിയാണി എങ്ങനെ ഉണ്ടെന്ന് എല്ലാവരും പറയണം കേട്ടോ. ഇതാണ് ഞാൻ ഉണ്ടാക്കിയ ആ ബിരിയാണി. ഞാൻ പേര് കേട്ടോ, തട്ടിക്കൂട്ട് ബിരിയാണി. അപ്പോൾ ഞങ്ങൾ നിലത്താണ് ഇരുന്നത് ആ ടൈമിൽ. ഒരു ജസ്റ്റ് രസത്തിന് വേണ്ടിയിട്ട് ഞങ്ങളെല്ലാവരും നിലത്തിരുന്നിട്ടുണ്ടായിരുന്നു. പിന്നെ എല്ലാവരും വിളമ്പി തിന്നൽ തുടങ്ങി. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബും ലൈക്കും ഷെയറും ഒക്കെ ചെയ്യാൻ മറക്കരുത്. ടാറ്റാ.